എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ കിച്ചണിലുള്ള ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ആദ്യം ഒരു ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കത് വേവിച്ചെടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. അല്ലച്ചാൽ ഇതുപോലെ തന്നെ ഇട്ടിട്ട് കുക്കറിലൊന്ന് വിസിലേൽപ്പിക്കുക. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യണില്ല, ഇതുപോലെ തന്നെ തൊലിയോട് കൂടി തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 3-4 വിസിൽ, അതിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനിതാ ഇതിൻ്റെ ആ ഒരു പുറമേലത്തെ തൊലി ഉണ്ടല്ലോ, അതൊന്ന് കളഞ്ഞെടുക്കണം. അപ്പം ഞാൻ കൈകൊണ്ടാണ് കേട്ടോ സാധാരണ കളയാറുള്ളത്. കാരണം പുഴുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് തൊലിയങ്ങ് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ, ഓൾ എന്ന ഓപ്ഷനും കൂടി. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതുവരെ നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ, ഇത് എളുപ്പമെന്നുള്ള രീതിയാണ്. ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അത് പുഴുങ്ങിയതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് അരഞ്ഞ് കിട്ടും. അല്ലാച്ചാൽ നമ്മൾ അതൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം വേണ്ടി വരും. കാരണം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ ഉടയ്ക്കേണ്ടി വരും. അതിലും എളുപ്പമാർഗ്ഗം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കത് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇത് അരയ്ക്കുമ്പം ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതലോ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, പെരിഞ്ജീരകമല്ല, നമ്മുടെ നല്ല ജീരകം, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ജീരകം എന്തായാലും ചേർത്ത് കൊടുക്കണം. ഈ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെയാണ് കേട്ടോ നമ്മുടെ കറിയിൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും, കടുകും ജീരകവും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ സാധാരണ കടുക് വറുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വറ്റൽമുളകും അതുപോലെ തന്നെ ജീരകം ഇതിനകത്ത് പൊട്ടി വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഒരു 2-3 തണ്ട് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊട്ടി നല്ല ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2-3 ചെറിയുള്ളി ചതച്ചത്. ഒരുപാട് എടുക്കണ്ട കേട്ടോ, 2 അല്ലെങ്കിൽ 3 അത്രയും മാത്രം എടുത്താൽ മതി. അതിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് അതുപോലെ തന്നെ വെളുത്തുള്ളി, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയാണ്. അപ്പോൾ ആൻറ്റി എനിക്ക് അവരുടെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടാക്കി തന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഇത് കഴിച്ചപ്പം. അപ്പോൾ ഞാനിത് തയ്യാറാക്കി കഴിച്ചു. അപ്പോൾ ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് അറിയില്ല കേട്ടോ ഇത്. കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്ന് തോന്നുന്നു ഇത്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം. നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ 4 പേരുണ്ടെങ്കിൽ അവർക്ക് 4 പേർക്കും 4 ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം. ഇനി നമുക്കിത് അതിനകത്തേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കണമെച്ചാൽ ആവാട്ടോ, ഒരു പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ മുളക് പൊടിയുടെ അളവ് ലേശം ഒന്ന് കുറച്ചെടുത്താൽ മതി.
ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. കാരണം മുളക് പൊടി ചേർത്തതുകൊണ്ട് കരിഞ്ഞു പോവും. പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ഇതിനകത്തേക്ക് ചേർക്കണ്ട കേട്ടോ. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ചെറിയുള്ളിയും ഉള്ളിയും അതുപോലെ തന്നെ ജീരകം കൂടി ചേർത്തിട്ടുണ്ടല്ലോ, അതെല്ലാം മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ കറിക്ക്. ഈ വെറൈറ്റി ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനി നമുക്കിതാ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ വേവിച്ചത്, അത് ഞാൻ എന്താ ഒരു പാത്രത്തിനകത്തേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ തൈര് എടുക്കുമ്പം ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്, ഒരു മീഡിയം പുളി അത്രേ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നല്ല കട്ട തൈരായിരിക്കണം ഇതിനകത്തേക്ക് എടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് ഈ പൊട്ടറ്റോ ഈ തൈരിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ തൈരിലേക്ക് നന്നായിട്ട് ഉടഞ്ഞു ചേർന്നോളൂ കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കും അതിങ്ങനെ ഒരു കട്ട പോലെ ഇരിക്കും, അതിനകത്തേക്ക് മിക്സ് ആവില്ല എന്ന്. പക്ഷേ ആയിക്കോളൂ കേട്ടോ. ഒരു 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ നമ്മളിതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇത് മിക്സിയിലിട്ടിട്ട് ഇനി ഒന്നും അടിച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി അല്പം കൂടെ ലൂസായിട്ട് നിങ്ങൾക്ക് എടുക്കണം വെച്ചാൽ അങ്ങനെയാവാം. കുറച്ചും കൂടി ഒന്ന് തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ എടുക്കുന്നത് ഇതുപോലെ കട്ടയിട്ടാണ് കേട്ടോ. നമ്മുടെ കിച്ചടി പച്ചടിയൊക്കെ കഴിക്കില്ലേ, അതേപോലെയാണ് ഞാനതെടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കാരണം ഈ തൈരും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും കൂടിയൊക്കെ ചേർന്ന് കഴിയുമ്പോഴേ അതിൻ്റെ ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ഇനി ഇതാ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും അതുപോലെ ജീരകമൊക്കെ മൂപ്പിച്ചതുണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി കഴിക്കുന്ന സമയത്ത് നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാൻ ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിച്ചു നോക്കി, എനിക്കിഷ്ടമായി കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ. സാധാരണ ജീരകം എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ആളാണ്, എന്നാലും ഇതിപ്പം വെളിച്ചെണ്ണയിൽ കിടന്നിട്ടൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞപ്പം എനിക്കിഷ്ടമായി കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഒന്ന് ഇട്ട് കൊടുത്തോളൂ. ഇവിടെ ഒരാൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം, മല്ലിയിലയോട് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ഒന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കിയെടുത്തോളൂ കേട്ടോ. കോക്കനട്ട് ഓയിൽ ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിലൊക്കെ ചേർക്കണതുകൊണ്ട് അതൊക്കെ ഒഴിച്ചിട്ടൊന്നും ഉണ്ടാക്കിയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കൂ, അവർക്ക് ഇഷ്ടമായോ എന്നറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.